നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കരന് ചികിത്സാ ചിലവ് അനുവദിച്ചുകൊണ്ട് 2,35,967 രൂപ മുഖ്യമന്ത്രി അനുവദിച്ചിരിക്കുന്നു. ഈ മാസം 11-നാണ് മുഖ്യമന്ത്രി ഈ തുക അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കരൻ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദമെല്ലാം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരനെതിരെ സ്വപ്ന സുരേഷ് തന്നെയാണ് ലൈഫ് മിഷൻ കോഴക്കേസിൽ അഴിമതി നടത്തിയെന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ലൈഫ് മിഷൻ കോഴക്കേസിലാണ് ശിവശങ്കരൻ അറസ്റ്റിലാകുന്നതും പിന്നീട് ജയിലിൽ പോകുന്നതും. ജയിലിൽ വെച്ച് തനിക്ക് ഗുരുതരമായ നടുവേദനയുണ്ടെന്നും നട്ടലിന് അതീവ ഗുരുതരമായ പ്രശ്നമുണ്ടെന്നും ഡോക്ടേഴ്സ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുമാണ് ശിവശങ്കരൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ ശിവശങ്കരന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ എല്ലാ ശസ്ത്രക്രിയയും കസ്റ്റഡിയിൽ വെച്ച് നടത്തുവാൻ സാധിക്കും എന്നാണ് ഇ.ഡി. കോടതിയെ ബോധ്യപ്പെടുത്തിയതെങ്കിലും ഇ.ഡിയുടെ വാദങ്ങളെല്ലാം തള്ളി ശിവശങ്കരന് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം പിന്നീട് സ്ഥിര ജാമ്യമായി തന്നെ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. ലൈഫ് മിഷൻ കോഴക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം തേടിയ ചികിത്സയ്ക്കാണ് ശിവശങ്കരന് ഇപ്പോൾ മുഖ്യമന്ത്രി 2,35,967 രൂപ അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് 13-17, അതായത് 2023 ഓഗസ്റ്റ് 13-17 തീയതികളിലാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശിവശങ്കരൻ ചികിത്സ നേടിയത്. 2023 ഫെബ്രുവരി 14 വരെ ശിവശങ്കരൻ റിമാൻഡിലായിരുന്നു. ഓഗസ്റ്റിലാണ് അദ്ദേഹം റിമാൻഡിൽ നിന്നും പുറത്തിറങ്ങുന്നത്. എന്തായാലും സ്വപ്ന സുരേഷ് പുതിയ ഒരു പോർമുഖവുമായി മുഖ്യമന്ത്രിക്കെതിരെ വരുന്നു എന്നുള്ളതിന് തൊട്ടു മുമ്പ് തന്നെയാണ് ഇപ്പോൾ ശിവശങ്കരന് അനുവദിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷ് അമൃത്സറിൽ നിന്ന് നേടിയ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ വാദം നടക്കുന്നതിനിടയിലാണ് സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടികൾ ഊർജിതമാക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എന്ന് പറയപ്പെടുന്ന എം ശിവശങ്കരന് ചികിത്സാ ചിലവ് അനുവദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി 2,35,967 രൂപ അനുവദിച്ചിരിക്കുന്നത്. ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിൽക്കുന്ന കാലത്തായിരുന്നു കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടായത് എന്നാണ് സ്വപ്ന സുരേഷ് നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും പറഞ്ഞിരുന്നത്. എന്നാൽ സ്വപ്നയുടെ ഈ വിവാദങ്ങൾക്കോ പ്രതികരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയോ കുടുംബക്കാരോ ഒരു പെറ്റി കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കൊടുത്തിരുന്നില്ല എന്നുള്ളതും വളരെ വിചിത്രം തന്നെയാണ്. സ്വപ്ന പറഞ്ഞ ഒരാരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയോ കുടുംബമോ ഇതുവരെയും യാതൊരു തരത്തിലും ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നുള്ളതും ഏറെ വിചിത്രം തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സ്വപ്നയുടെ അടുത്ത സുഹൃത്തായിരുന്ന സ്വപ്നയുമായി അടുത്ത് ഇടപഴകിയിരുന്ന ശിവശങ്കരന് ഇപ്പോൾ ജാമ്യ കാലയളവിൽ ചികിത്സ നേടിയതിന്റെ തുകയായി 2,35,967 രൂപ മുഖ്യമന്ത്രി അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ എവിടെ വച്ചാണ് ഈ ചികിത്സ നേടിയത്, നട്ടലിന് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് എന്നുള്ളതൊന്നും വ്യക്തമല്ല. 2023 ഓഗസ്റ്റ് 13-17 വരെ ഉള്ള തീയതികളിലാണ് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശിവശങ്കരൻ ചികിത്സ നേടിയത്. എന്നാൽ ഈ അവസരത്തിൽ നട്ടലിന് അതീവ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിച്ചിരുന്ന ശിവശങ്കരൻ, നട്ടലിന് ശസ്ത്രക്രിയ വേണം എന്ന് ധരിപ്പിച്ചിരുന്ന ശിവശങ്കരൻ ഈ കാലയളവിൽ ശസ്ത്രക്രിയ നടത്തിയോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ചികിത്സാ ചിലവായി 2,35,967 രൂപ അനുവദിച്ചിരിക്കുന്നു. ഖജനാവിൽ നയാ പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ ക്ഷേമ പെൻഷനുകളും ശമ്പളവും വരെ മുടങ്ങിയിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരന് ചികിത്സാ സഹായം അനുവദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഇങ്ങനെയൊരു ഉത്തരവിറക്കിയിരിക്കുന്നത്.